students, welcome back to Bosco Campus Vision. This is the 7th lecture on financial services in India. In the last class, we were discussed about meaning and definition of venture capital and its features. Now we are going to discuss the advantages of venture capital. നമുക്കറിയാം വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റിസ്ക് പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കോ സ്മാൾ ബിസിനസ്സിനോ വേണ്ടുന്ന ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയായിരുന്നു. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ദ ഫോളോയിങ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ്. ദേ ബ്രിങ് വെൽത്ത് ആൻഡ് എക്സ്പെർട്ടൈസ് ടു ദ കമ്പനി. സെക്കൻഡ് വൺ, ലാർജ് സം ഓഫ് ഇക്വിറ്റി ഫിനാൻസ് ക്യാൻ ബി പ്രൊവൈഡഡ്. Then third one is the business does not stand the obligation to repay the money. Fourth one, it provides valuable information, resources and technical assistance to make a business successful. അപ്പം വെഞ്ചർ ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഇതെല്ലാം തന്നെയും. കമ്പനിക്ക് വേണ്ടുന്ന വെൽത്തും അതുപോലെ തന്നെ എക്സ്പെർട്ടൈസും ഒക്കെ കിട്ടുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ വഴി. ഒരു ലാർജ് സം ഓഫ് ഇക്വിറ്റി ഫണ്ട് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ വഴി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എമൗണ്ട് റീപേ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ കമ്പനിക്ക് ഇല്ല. കാരണം അവർ അതിൻ്റെ ഷെയർസ് എപ്പോഴാണോ വാല്യൂ ആയിട്ട് വരുന്നത് നോക്കി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് തന്നെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് കമ്പനിക്ക് ഇതൊരു ഒബ്ലിഗേഷനായിട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ, ദെൻ റിസോഴ്സസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇതെല്ലാം ചേർന്ന് ഒരു ബിസിനസ്സിനെ സക്സസ്ഫുള്ളാക്കി മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെഞ്ചർ ക്യാപിറ്റൽ. എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ബിക്കം പാർട്ട് ഓണേഴ്സ്. സോ ദ ഓട്ടോണോമി ആൻഡ് കൺട്രോൾ ഓഫ് ദ ഫൗണ്ടർ ഈസ് ലോസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലെങ്തി ആൻഡ് കോംപ്ലെക്സ് പ്രോസസ്സാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൻ അൺസർട്ടൈൻ ഫോം ഓഫ് ഫിനാൻസിങ്. Then benefits from such financing can be realized in long run only. അപ്പോൾ ലോങ് ടേമിൽ കൂടി മാത്രമേ നീണ്ട ഒരു കാലയളവിൽ നിന്നൊരു റിട്ടേൺ ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം തന്നെ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. ജനറലി 3 ടൈപ്സ് ആണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. വെഞ്ചർ ക്യാപിറ്റൽ വേറെയാണ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വേറെയാണ്. അതായത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായും 3 ടൈപ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ സബ്സിഡിയറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ മേജർ കോർപ്പറേഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തേർഡ് കൈൻഡ് ഓഫ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്യാപിറ്റൽ ഫേംസ് ആണ്. ദ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ വെഞ്ചർ ക്യാപിറ്റൽ ഫേം ടേക്ക് ഹൈ റിസ്ക് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ആൻ ഏർലി സ്റ്റേജ് company with little or no history. They expect a higher return for their high risk equity in investment in the venture. 3 തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റാണുള്ളത്. ഒന്ന് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മേജർ കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഇൻ്റർമീഡിയറീസ് ആണ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഫേംസ് എന്ന് പറയുന്നത്. അവർ പ്രൈവറ്റ് ക്യാപിറ്റൽ ഫേംസ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഒരു ഹിസ്റ്ററിയും ഇല്ല ബിസിനസ് നടത്തിക്കൊണ്ട് പോയതിനോ അല്ലെങ്കിൽ നേരത്തെ തന്നെയും ഒരു റിട്ടേൺ കിട്ടുന്നതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയും ഇല്ലാത്ത കമ്പനികൾക്ക് പോലും, അതുപോലെ തന്നെ ഹൈ റിസ്കിലുള്ള കമ്പനികൾക്ക് പോലും, ഹൈ റിസ്കിലുള്ള പ്രോജക്റ്റുകൾക്ക് പോലും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഫേംസ് അല്ലെങ്കിൽ ഫണ്ട്സുകൾ.